ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉറുമ്പ്, പല്ലി, പാറ്റ, എട്ടുകാലി ഇവയുള്ള ശല്യം കൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണോ എങ്കിൽ നമുക്കൊരു കിട്ടില്ല ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. അപ്പം അതിനായി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരിയ ചുടുവെള്ളമാണ്, അധികം ചൂടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് വിനാഗിരിയാണ്. ഒരല്പം വിനാഗിരി കൂടി വെച്ച് കൊടുക്കുന്നു. നിങ്ങൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് ഏകദേശം അതിൻ്റെ പകുതിയോളം മുക്കാൽ ഭാഗത്തോളം വിനാഗിരി വേണം കേട്ടോ. അതായത് ശ്രദ്ധിക്കേണ്ടത് 2 സ്പൂണ് നിങ്ങൾ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണെങ്കിലും തീർച്ചയായും വിനാഗിരി എടുക്കാൻ ശ്രദ്ധിക്കുക. ഏത് തരം വിനാഗിരി ആയാലും കുഴപ്പമില്ല കേട്ടോ. വൈറ്റ് വിനീഗറോ മിക്സഡ് വിനീഗറോ ഫ്രൂട്ട് വിനീഗറോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം തന്നെ നേരിയ ചൂടുവെള്ളം, അതിലേക്ക് ഒരല്പം വിനാഗിരി. ഇനി അതിന് ശേഷം വേണ്ടത് നമുക്കിവിടെ ചെറിയ നാരങ്ങയാണ്. ഇത് ഏകദേശം കുറച്ചൊന്ന് കേടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ടിപ്പ് ഉപയോഗിക്കാനില്ല, അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് കേടായ നാരങ്ങയൊക്കെ എടുക്കാം കേട്ടോ. ഇത് നന്നായി ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഇതൊന്ന് സർക്കുലേറ്റ് നന്നായി ഒന്ന് ഒരു പ്രോസസ്സിങ് നടക്കട്ടെ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമ്പു പൊടിച്ചതാണ് കേട്ടോ. ഗ്രാമ്പു പൊടിച്ചൊരു 3-4 ഗ്രാമ്പു എടുത്ത് അത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഗ്രാമ്പൂൻ്റെ പൊടിയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. എട്ടുകാലിയുടെ ഒക്കെ ശല്യം വളരെ രൂക്ഷമായിരിക്കും ചില വീടുകളിൽ. പ്രത്യേകിച്ച് ഈ കൂടുതൽ തിങ്ങി നിറഞ്ഞ് വൃക്ഷങ്ങളൊക്കെ വളരുന്ന ആ ഏരിയകളിലൊക്കെ എട്ടുകാലി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കിച്ചണിലൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വളരെ നല്ലൊരു റെമഡിയാണ് ഇപ്പോൾ അത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടതെന്ന് പറയുന്നത് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഒന്നുകിൽ ഇതുപോലെയുള്ളൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി മാറ്റാം കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുന്നേ തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴുള്ള യൂസിനാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു തുണി മുക്കിയതിന് ശേഷം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് ഞാൻ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഒരല്പം ഇട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഡൈനിങ് ടേബിളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്തതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ സ്മെല്ല് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്കൊന്നും വെട്ടുകാലി, ഉറുമ്പ്, പല്ലി, പാറ്റ ഇവയൊന്നും വരില്ല കേട്ടോ. നമുക്കിത് എവിടെയൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാൽ കിച്ചൻ്റെ കൗണ്ടറിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അരികിലും വക്കിലൊക്കെ ഉപയോഗിക്കും. ഗ്യാസ് സ്റ്റൗവിൻ്റെ അരികിലും വക്കിലൊക്കെ തീർച്ചയായും ഇവിടെയൊക്കെ ഉണ്ടാകുന്നവരാണ് ഉറുമ്പിൻ്റെ ശല്യം. അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇതുപോലെ ഒരല്പം ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കണം. നല്ല വൃത്തിയും ഉണ്ടാവും. മാത്രമല്ല കൊതുക്, പല്ലി, പാറ്റകളൊന്നും ഇവയുടെ ശല്യം ഇതിലേക്ക് ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.